ചിലരെങ്കിലും പറയുമായിരിക്കും ഷോക്ക് അഴിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് ചെയ്യുന്നത്, കാരണം ഇതുമായിട്ട് ഒരു കണക്ഷനില്ല, അലൈൻമെൻറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരോട് പറയണം അതങ്ങനെയല്ല. ഷോക്ക് അഴിക്കുന്ന സമയത്ത് ഈ ഷോക്ക് ശരിക്കും ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ഒരു സസ്പെൻഷൻ റിലേറ്റഡ് ആയിട്ട് ഒരു വർക്ക് കഴിഞ്ഞു. അതായത് സസ്പെൻഷൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു വർക്ക് നിങ്ങൾ ചെയ്തു, അതായത് ഷോക്ക് മാറ്റുക, അല്ലെങ്കിൽ സ്പ്രിങ്ങിന് എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് സ്പ്രിങ് ഒന്ന് അഴിച്ച് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടത് ക്ലിയർ ആക്കുക, അല്ലെങ്കിൽ ഷോക്കിൻ്റെ മേളിൽ വരുന്ന ബെയറിംഗ് പോയിട്ട് ബെയറിംഗ് മാറുമോ, ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് നിങ്ങളുടെ ഷോക്ക് അഴിച്ചു. അങ്ങനെ ഷോക്ക് അബ്സോർവർ അഴിച്ച് വർക്ക് ചെയ്തതിന് ശേഷം തിരിച്ച് കയറ്റി കഴിഞ്ഞാൽ വീൽ അലൈൻമെൻറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ശരിക്കും ഒരു ഷോക്ക് അഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഷോക്ക് അബ്സോർവർ അഴിച്ചു കഴിഞ്ഞാൽ വീൽ അലൈൻമെൻറ്റുമായിട്ട് എന്തെങ്കിലും ബന്ധം വരുന്നുണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷോക്കുമായിട്ട് കണക്ഷൻ വരുന്നത് നമ്മുടെ നക്കിളിലോട്ടാണ്. നക്കിൾ അഴിച്ചിട്ടാണ് നമ്മുടെ ഷോക്കിനെ ഊരിങ് എടുക്കുന്നത്. അപ്പോൾ ഈ നക്കിളിലോട്ടാണ് ശരിക്കും നമ്മുടെ വീൽ അലൈൻമെൻറ്റ് ചെയ്യുന്ന റോഡ് കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റിയറിംഗ് ബോക്സ് കണക്ട് ചെയ്യുന്നത് നക്കിളിലോട്ടാണ് കണക്ട് ചെയ്യുന്നത്. പക്ഷേ നക്കിൾ നമ്മൾ അഴിക്കുന്നുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് വീൽ അലൈൻമെൻറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷോക്കിന് എന്തെങ്കിലും രീതിക്ക് നമ്മൾ അഴിച്ച് പണിത് കഴിഞ്ഞ് തിരിച്ച് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യക്ഷത്തിൽ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇതിനകത്തൊരു കുഴപ്പം വരുന്ന ഏതെങ്കിലും രീതിക്ക് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് നമ്മുടെ വീൽ അലൈൻമെൻറ്റിന് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റിയറിംഗ് ബോക്സിന് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ പോലും അറിയാതെ ചെറിയ രീതിക്ക് വൈബ്രേഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നിട്ട് ഈ പറയുന്ന സ്റ്റിയറിങ്ങിൻ്റെ അല്ലെങ്കിൽ ടൈറോഡ് എൻ്റെ ചെറിയ രീതിക്ക് ലൂസാകുമോ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വാഹനത്തിൻ്റെ വീൽ അലൈൻമെൻറ്റിനെ അത് നന്നായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഷോക്ക് അബ്സോർവർ വരുന്ന സമയത്ത് ഈ ഷോക്ക് അഴിച്ച സ്ഥിതിക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ ഹൈറ്റ് ഡിഫറൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാനുള്ള സാധ്യതയുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. കാരണം അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ടോ മാത്രമല്ല, നമ്മുടെ സ്റ്റിയറിംഗ് ബോക്സുമായിട്ട് സെറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ബോക്സുമായിട്ട് കണക്ഷൻ വരുന്നത് നമ്മുടെ ടോ സെറ്റിംഗ് മാത്രം വരുന്നുള്ളൂ. ടോ അല്ലാതെ കാസ്റ്ററും ക്യാമ്പറിനും എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? കാരണം ഷോക്കാണ് നമ്മൾ അഴിച്ചത്. ഈ ഷോക്ക് നമ്മൾ അഴിച്ച് തിരിച്ച് റീഫിറ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും രീതിക്ക് കാസ്റ്ററിനോ ക്യാമ്പറിനോ വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പായിട്ടും ചെക്ക് ചെയ്ത് നോക്കണം. അതുകൊണ്ട് ചിലരെങ്കിലും പറയുമായിരിക്കും ഷോക്ക് അഴിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് ചെയ്യുന്നത്, കാരണം ഇതുമായിട്ട് ഒരു കണക്ഷനില്ല, അലൈൻമെൻറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരോട് പറയണം അതങ്ങനെയല്ല. ഷോക്ക് അഴിക്കുന്ന സമയത്ത് ഈ ഷോക്ക് ശരിക്കും പറഞ്ഞാൽ ഷോക്കാണ് നമ്മുടെ ടയറിനെ നിർത്തുന്നത്. അതായത് ഒരു ചെറിയൊരു ആംഗിളോട് കൂടിയായിരിക്കും നമ്മുടെ ടയറിനെ നിർത്തുന്നത്. ഇത് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ടോ ബാക്കിലോട്ടോ ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കാസ്റ്ററും ക്യാമ്പറും ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും കൃത്യം അറിയാൻ സാധിക്കും. അങ്ങനെ അത് നോക്കിയിട്ട് അതിൽ എന്തെങ്കിലും വ്യത്യാസമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ആ ഷോക്കിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി ആ ഷോക്ക് മാറണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഷോക്ക് അവർ റിപ്പയർ ചെയ്തതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. കാരണം അത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ടയറിന് വെട്ടിത്തേയ്മാനം വരുന്നതായിരിക്കും, ടയറിൻ്റെ റോളിംഗ് ടെൻഡൻസി കുറയുന്നതായിരിക്കും. അതിനനുസരിച്ച് നമ്മുടെ വാഹനത്തിൻ്റെ മൈലേജിനെ അത് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. എപ്പോഴാണോ നിങ്ങൾ ഷോക്ക് റിലേറ്റഡ് ആയിട്ട് ഒരു വർക്ക് ചെയ്യുന്നത് ഉറപ്പായിട്ടും വീൽ അലൈൻമെൻറ്റ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെയ്തോണം.